മോളെ, എന്താ പറ്റിയത്? അറിയില്ലമ്മേ, വണ്ടി തട്ടിയിട്ടില്ല. വാ നമുക്ക് നോക്കാം. വാ മോനെ, എണീക്ക്. എന്താ എന്താ സംഭവിച്ചത്? അറിയില്ല. ചേട്ടൻ വണ്ടിയിൽ കയറ്, ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഈ അവസ്ഥയിൽ മോന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആശുപത്രിയിലേക്കാണെങ്കിൽ 10-20 കിലോമീറ്റർ ഉണ്ട്. എന്നാ മോൻ വീട്ടിലേക്ക് വാ. മോളുടെ അച്ഛൻ ഡോക്ടറാ. കാർ ആ പയ്യന്റെ മേലെ തട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നില്ലേ? അവന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചേട്ടാ. അതാ പിന്നെ ഞാൻ. എന്നാലും ആക്സിഡന്റ് കേസല്ലേ? അവൻ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഉപേക്ഷിച്ച് പോരാനും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിയത്. അവനിപ്പോ ഉണർന്നിട്ടുണ്ടാവും. ചേട്ടനൊന്ന് നോക്കൂ. ആ നോക്കാം. ഞാൻ ഇപ്പൊ എവിടെയാ? അപ്പോ ചേട്ടന് ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? എനിക്ക് ഇവിടുന്ന് പോണം. ദേ അച്ഛൻ വരുന്നു. ഞാൻ ഡോക്ടർ ഭാസ്കർ. അഖിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഈ അവസ്ഥയിൽ നടക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല ഇതൊരു ആക്സിഡന്റ് കേസാണ്. അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ഞാൻ തന്നെ ബൈക്കിൽ നിന്ന് വീണതല്ലേ? അത് നമുക്കല്ലേ അറിയൂ. പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? എന്ത് കുഴപ്പം? പോണെന്ന് നിർബന്ധമാണെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ടി വരും. വേണ്ട, പോലീസിനൊന്നും അറിയിക്കണ്ട. അതെന്താ? എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടാണോ വരുന്നത്? എന്ത് പ്രശ്നം? അത് ചേട്ടനല്ലേ അറിയൂ. നിങ്ങൾക്ക് ആരെങ്കിലും നമ്പർ അറിയാമെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ഫോണിൽ ഫ്രണ്ട്സിൻ്റെ നമ്പറുണ്ട്, പക്ഷേ ഫോണിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ആരുടെയും നമ്പർ കാണാതെ അറിയില്ലേ? ഇല്ല. നിങ്ങൾ എവിടുന്നാ വരുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പറയാം, എല്ലാം പറയാം. മാസം 10,000 രൂപ വാടക. അത് 5,000 രൂപയായിട്ട് ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ മുറിയിലാണ് അത് സംഭവിച്ചത്. പിന്നെ നിങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ വരുന്നവരോടൊന്നും പറയാൻ ശരി, പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതി. ചേട്ടനൊരു പ്രശ്നം ഉണ്ടാവില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? ഹിന്ദിക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. അവർ 5-6 പേരുണ്ടായിരുന്നു. ഇതാണ് സാറേ ആ റൂം. അതിലൊരുത്തനെ പണിയൊപ്പിച്ചത്. എന്തിനാ അയാൾ അത് ചെയ്ത്? അയാളുടെ ഭാര്യ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനാ. ഓരോ കൂത്തിച്ച് പണികൾ ഉണ്ടായ പോരെ. പിന്നെ അത് പോട്ടെ, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെത്തും.
അഡ്വാൻസും മറ്റും നാളെ എത്തിക്കാം. പോവാം. ആ വളവ് തിരിഞ്ഞായി. വണ്ടി അവിടെ വച്ചോ. വണ്ടിയുടെ ചാരയിൽ എടുത്തോണ്ട് പോ. നിന്റെ പാട്ട വണ്ടി ആരെടുക്കാനടാ? വാങ്ങട്. പാട്ടയാ വാടാ പോവാ. നാളെ പോലെ ഞാൻ അതിന് വണ്ടിയുമേ കയറ്റില്ല. നീ ഏത് കുതാമ്പലേക്ക് കൊണ്ടുപോണേ? നീ വായോ, പോവാം. വല്ല പട്ടിയും പൂച്ചും പെറ്റെടുക്കണ്ടാവോടാ. ചെലപ്പോ ഉണ്ടാവും. ആ ഡാ, നീ ഉണ്ണി നീ എപ്പോ വരാനാ? ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാന്ന് പറഞ്ഞിട്ടല്ലേ. അവനെത്തുമ്പോ പാതിരയാവും. അല്ലടാ, ഇത് എപ്പിന് വൃത്തിയായി തരാനാണ്. ഞാനൊന്നില്ല കേട്ടാ. ആദ്യം വാതിലോർക്ക് അകത്ത് കയറാം. നീ ഇത് ആദ്യം ഒന്ന് കണ്ടൂടെ? അപ്പൊ നീ ഇതൊന്നും കണ്ടില്ലേ? നീ ഞാൻ വരുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. തങ്കപ്പഞ്ചാട്ടനൊന്ന് വിളിക്കാം, ആരെങ്കിലും ഏർപ്പാടാക്കാൻ പറയാം. അതിനാലത് മാറങ്ങട്. അങ്ങോട്ട് എങ്ങനെയുണ്ട്? എത്രയാന്ന് പറഞ്ഞേ? 5000. 5000 ആടി കൂടുതലടാ. നോക്ക്, റൂമൊക്കെ നോക്ക്. ബിനീഷ്, ആ റൂം നോക്കണ്ട. അതിൽ കുറച്ച് വളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വല്ല അലർജി ഒക്കെ ഉണ്ടോ? വേറെ കുഴപ്പം? ഏയ്, വേറെ കുഴപ്പമില്ല. റൂമൊക്കെ നോക്കിയാ കണ്ണു തുറന്ന് കണ്ടോ ട്ടാ. പൊന്നോ, ഒരു തച്ച പണ്ടെടുക്കണ ദൈവമേ ഇതൊന്ന് റെഡിയാക്കി കിട്ടാൻ. ഇവനിത് എവിടെ നോക്കിയിട്ടാണോ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്? ഓരോ മണ്ടന്മാര്. ഹലോ, എന്താടാ? ആ പറയ്. ഏത്? ആ, നീ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയാ? എൻ്റെ വീട്ടിലോ? അത്യാവശ്യം വല്ലതും ഉണ്ടോ? ആ, വരാം. ശരി. എന്തെങ്കിലും വില കേസാവുമല്ലോ. തലാട്ടെ. ഓ, പോത്ത് പോലെ കിടന്നുറങ്ങിക്കോളും. ഡാ, എന്റടാ. ഡാ, ആ, ഞാൻ പോയിട്ട് വരാടാ. എവിടേക്കാണ് കാലത്തന്നെ കുളിച്ചൊരുങ്ങിയ കല്യാണ ചക്കനായിട്ട്?
ഒന്ന് പറയണ ചങ്ങാതി കാലത്ത് തന്നെ ഗൾഫിൽ നിന്ന് ഒരു പലക്കേസ് ഒന്ന് വീട്ടിലിരിക്കണ്ടേ എന്നിട്ട് ഡീൽ ചെയ്തിട്ട് വരാം തോരട്ടിയ സാധനം. ആ പോയിട്ട് വാ. ആ ഞാൻ തങ്കപ്പേട്ടൻ പറഞ്ഞിട്ട് വരികയാണേ, വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂലും ബക്കറ്റൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. ഉം. ചേച്ചി ചൂല്. ഉം. ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങാല്ലേ? ആ എന്റെ പൊന്നോ, ഇവൻ എന്താ ഈ ചെയ്യണേ? എന്താടാ ആ ചേച്ചി തങ്കപ്പേട്ടൻ പറഞ്ഞിട്ട് വന്നതല്ലേ? ആ ആ. അതെ. ശരി. എന്തേ? ആ ചേച്ചിനെ കാണാനേ ആ. എന്റെ അമ്മായിയുടെ പോലെ ഉണ്ട്. നീ നിന്റെ അമ്മായിനെ മണ്ടമറയിൽ നിന്ന് നോക്കണ? അങ്ങനെയല്ല. തങ്കപ്പേട്ടൻ പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ചേച്ചി, ആ. ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണേ. ആ. ഞങ്ങളൊന്ന് ചായ ആ കുടിച്ചിട്ട് വരാം. ശരി. അതൊക്കെ കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ചേച്ചിയുടെ പേരെന്തിട്ടാ? സുധ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും അമ്മായിയും മാത്രമേ ഉള്ളൂ. പപ്പ ഭർത്താവ്? അങ്ങേരെ ഒരു പോക്ക് പോയാ ഏതാണ്ട് ഒരു കാലത്ത് വന്നേലായി. ഇപ്പൊ ഭർത്താവ് പോയേക്കാവൂലേ? അതെങ്ങനെ മനസ്സിലായി? വാടോ വാടോ പോവാ. എനിക്കാകെ പേടി തോന്നുന്നു അച്ഛാ. മോളെന്തിനാ പേടിക്കുന്നേ? അച്ഛനല്ലേ കൂടെ. അച്ഛാ, നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് തോന്നുന്നു. മോള് പേടിക്കണ്ട കേട്ടോ. ഇതാരപ്പ് തുറന്നേ? ഇത് നേരത്തെ തുറക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ.
ബിനേഷിന്റെ വീടല്ലേ? അതെ, ആരാ? ഞാൻ ബിനേഷിന്റെ ഫ്രണ്ടാ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ബിനീഷിന്റെ അമ്മയല്ലേ? അതെ, മോൻ കയറിയിരിക്കെ. ആ. ബിനീഷ് ഇപ്പൊ അവിടെ ഇല്ല. അറിയാം, ഞാൻ അവനെ വിളിച്ചിരുന്നു. ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്ക് ആദ്യം അങ്ങോട്ട് മനസ്സിലായില്ല. ഇപ്പൊ ഒരു ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. ആദ്യം കണ്ടിട്ടുള്ളവർ ആർക്കും ഇപ്പൊ എന്നെ കണ്ട തിരിച്ചറിയാറില്ല. ഞാനിപ്പോ വെറുതെ കൊടുത്ത ആപ്പിള് പോലെ ആയില്ലേ. മോനിപ്പോ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ ദുബായിലാ. അവിടെ എന്താ ജോലി? ഇപ്പോ ബിസിനസ്സാണ്. നമ്മുടെ ബിനീഷ് ഒന്നിലും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല അല്ലേ? അവന് ഇതിനോടൊന്നും താല്പര്യമില്ല. അവന്റെ മാമാര് ഒരു 100 വട്ടം വിളിച്ചതാ കഴുത്തിലേക്ക് പോവാൻ. അവൻ കേട്ട പാവം നടിക്കൂല. അവനിപ്പോൾ ആ സിനിമ ഭ്രാന്തായിട്ട് നടക്കാല്ലേ? അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അതിൽ കഴിവും താല്പര്യം എന്നല്ല വേണ്ടത്, ഭാഗ്യവും റെക്കമെൻഡേഷനാ. ഞാൻ തന്നെ എത്ര തവണ വിളിച്ചാ. അന്നാ വന്നിരുന്നെങ്കിൽ എൻ്റെ നിലയ്ക്ക് പറ്റിയാനെ. മോഞ്ഞ് തിരിച്ചു പോണില്ലേ? അല്ലാതെ ഇവിടെ ഒന്നും ആളും രക്ഷപ്പെട്ടില്ല. അങ്ങനെ ചോദിച്ചു പോവാം. എനിക്ക് പുതിയൊരു കാർ നോക്കണം. ഇവിടെ ആരുമായിട്ട് അത്ര കണക്ഷൻ ഇല്ല. ഇവനെയും കൊണ്ട് പോവാന്ന് വിചാരിച്ചു. അവൻ വരുന്നുണ്ട്. മോന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അവനൊന്ന് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് നശിക്കുള്ളൂ. ഹായ്. ഓ മച്ചാനെ. എന്നെ ഇരിക്ക്. പിന്നെ പിന്നെ എന്തൊക്കെ? ഒരു മിനിറ്റ് പോരാം. എന്തേ? ഇനിയെങ്കിലും പറയുന്നോന്ന് നീ കേക്ക്. അവന്റെ ഇന്നത്തെ സ്ഥിതി കണ്ടോ? അവിടെ ബിസിനസ്സാണ്. നിനക്ക് അവന്റെ കൂടെ പോയാലെന്താ? അമ്മേ, ഞാനൊരു ലക്ഷ്യത്തിലെത്താറായി. ഈ സമയത്ത് എനിക്ക് പോകാനാവില്ല. അവനൊരു 1,00,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം തരാന്ന് പറഞ്ഞില്ലേ? അമ്മയ്ക്കാണ് ശരിക്കും അറിഞ്ഞിട്ടാണ്. അവൻ പുളുവിൻ്റെ ഉസ്താദാണ്. ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അവന് മാത്രം അറിയാം. അല്ല, പിതാശ്രീ എവിടെ? എവിടേക്കാ പോയതെന്ന് അറിയില്ല. രാവിലെ തന്നെ പോകുന്നത് കണ്ടു. എങ്ങോട്ടാ എന്തിനാന്നൊന്നും പറഞ്ഞിട്ട് പോവില്ലല്ലോ. എന്തായാലും ഇന്നീ നേരത്തെ ഇല്ലാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ആ ചെക്കന്റെ കൂടെ ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേനെ നിന്നെ. എന്തായാലും നന്നായി. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. അവിടെ പിള്ളേരെ കാത്തിരിക്കും. നിക്കവിടെ. അപ്പൊ നീ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇപ്പം നടക്കില്ല. ആ, കാറിൻ്റെ കാര്യം അത് നമുക്ക് നോക്കാം. വാ. ഏയ്, എന്താ ചേച്ചി, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, എന്തു പറ്റി? ഇവിടെ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്തു കുഴപ്പം? ഇവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഞാനാകെ പേടിച്ചു. ഏയ്, ചേച്ചിക്ക് തോന്നിയതോ? ഞങ്ങൾ എന്തിനാ വന്നതല്ലേ? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. സത്യമായിട്ടും ഞാൻ കേട്ടതാ. തങ്കപ്പേട്ടൻ വന്നല്ലോ. എന്താ സുധേ, എന്ത് പറ്റി? അല്ല തങ്കപ്പേട്ടാ, ഈ ചേച്ചിയോട് എന്താ സൗണ്ട് കേട്ടെന്ന് പറയണ്ടല്ലോ. ചേച്ചി ആകെ പേടിച്ചിട്ട് നിൽക്കണേ. എന്താ കാര്യം? എന്ത് ശബ്ദം കേൾക്കാൻ? ഇവിടെ ആരാണ് ശബ്ദം ഉണ്ടാക്കാനുള്ളത്? അതൊക്കെ ശരി തന്നെയാ. ചേച്ചി ആകെ പേടിച്ചിട്ടായിരിക്കണേ. ഞാൻ നിങ്ങളുടെ ക്ലീനിങ് എന്തായെന്ന് അറിയാനായിട്ട് വന്നതാ. ഇതൊക്കെ നിങ്ങളുടെ ഓരോ തോന്നലുകളാണ്. പോയി പണി നോക്കിയേ. ചെല്ല്, എന്താ പണി നോക്കിയേ. പണി നടക്കട്ടെ. ഏടക്കേ ഇങ്ങോട്ട് വാ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞില്ലേ ഇതിനകത്ത്? ക്ലീനിങ് ഒന്നും മുഴുവനായിട്ടങ്ങ് കഴിഞ്ഞിട്ടാണ് തോന്നണേ. അപ്പോഴേ ചേച്ചി ആകെ പേടിച്ചത്. 5,000 രൂപ വാടക കൊടുക്കണ്ട ഇവിടെ.
കസാരയാ കട്ട്ല വല്ലതും ഉണ്ടോ അവിടെ? 2ാം നിലയിൽ സ്വിമ്മിംഗ് പൂളിലെ വീടുണ്ടാക്കി തരടാ നിനക്ക്. 5000 രൂപയ്ക്ക്. അയ്യോ, ഇവിടെ നിങ്ങൾ പറയുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് മുമ്പ് ഇവിടെ ആളുകൾ താമസിച്ചിരുന്നല്ലേ? ആ റൂമിൽ 1-2 കസേര ഉണ്ടാവും. അത് പുറത്തേക്ക് എടുത്തിട്ടേക്ക്. എന്നെ അഴി എണ്ണിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത്. അതിനെ ആക്രമിക്കരുതെന്ന് പറയണ അയാളോട്. ഏയ് അയാളൊരു ശുദ്ധനാ. ഇവിടെ ഞാൻ കണ്ടെടുത്തോളം ശുദ്ധന്മാരും നാട്ടിൻപുറത്തുകാരും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജോലി കഴിഞ്ഞാ അടുത്ത ജോലി എവിടെയാ? അത് തങ്കപ്പേട്ടൻ പറയും. അത് ശരി. ചേച്ചി നമ്പർ തരുമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ശരി. അത് പോരെ. സുധേ, അധികം ഇരുട്ടുന്നതിന് മുമ്പ് പണി എടുത്തിട്ട് പൊക്കോ. ക്ഷുദ്രജീവികൾ കൂടും. എന്നെ ട്രൗസർ ഇടിച്ച് നിർത്തരുത് എല്ലാരും കൂടെ. എനിക്ക് അതേ പറയാനുള്ളൂ. എന്നാ എന്നെ ഇറങ്ങട്ടെ. ആ ചേട്ടാ, ഈ പുതിയ താമസക്കാര് എവിടെയാണെന്നറിയോ? പുതിയ താമസക്കാരെന്ന് പറയുമ്പോ ആ 4 പിള്ളേര് 4 പിള്ളേര് സിനിമയ്ക്ക് അതന്നെ. വേണ്ടി. താനും സിനിമക്കാരനാ? വണ്ടി അവിടെ വെച്ചോ, എന്നിട്ട് നടന്നു പോണം. അങ്ങോട്ട് തിരിഞ്ഞ കുറച്ചങ്ങോട്ട് 3ാമത്തെ വീട്. വണ്ടി ഇവിടെ വെച്ചോ. എന്താ ഇവിടെ നിർത്തിയേ? കാറ്? നിന്റെ കാറിൽ എൻ്റെ നിന്നെ വീട്ടുകാരുടെ മുന്നിൽ ചെന്ന് നാറ്റിക്കേണ്ട വെച്ചിട്ടാ ഞാൻ. നീ എന്താ ഇങ്ങനെ പറയണേ? നിനക്ക് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ. നീ അവിടെ തെണ്ടിയും ചേർക്കാന്ന് എനിക്കറിയാം. കൂട്ടുകാരുടെ ഇടയിൽ എന്നെ നാറ്റിക്കെടുത്തിട്ടാ. അവിടെ സിനിമയുടെ പരിപാടി എടുക്കുക. നിന്നെ അവിടേക്ക് കൊണ്ടുപോകാനോ? അമ്മായിണ്ട്. അപ്പം എടുത്തോണ്ട് വരുത്. നീ ഓടിക്കാൻ പോയേ ചെല്ലേ. നീ എന്നെ ബസ് സ്റ്റോപ്പ് വരെങ്കിലും ആക്കി തരുമോ? നീ ഇവിടെ നാളെ നടന്നാൽ മതി. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ നീ ആക്കി തരില്ലല്ലേ? നീ എവിടെയായിരുന്നു? ഇതാ വീട്. ഏത് ഗുദാമലടക്കം എടുക്കണ്? ഗൂഗിളിട്ട് നോക്കിയാൽ വരെ കിട്ടില്ല. നടന്ന മനുഷ്യന്റെ ഉപ്പാടളി കിടപ്പാ. എളുപ്പല്ല മോനെ. ഈ കാട്ടുമ്പുക്കിലല്ലാണ്ട് വേറെ സ്ഥലം കിട്ടില്ല. നമ്മുടെ അഖിലിന്റെ സംഭവമല്ലേ, ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. 5000 രൂപ വാടകൻ്റെ. ബെസ്റ്റ്. നിങ്ങൾ എങ്ങനത്തെ കഥ ഉദ്ദേശിക്കുന്നേ? നമ്മൾ ചെയ്യാൻ പോണ സിനിമയ്ക്ക് പ്രൊഡ്യൂസറില്ലേ, നമ്മളെന്ന് വെച്ചാൽ സാധാരണക്കാർ. വിദ്യാഭ്യാസമോ 10ാം ക്ലാസ്സും കുസ്തിയും. അപ്പം അതുകൊണ്ട് സാധാരണ നാട്ടുമ്പുറത്ത് നടക്കുന്ന കഥ പറ്റി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ കഥ എഴുതി ബുദ്ധിമുട്ടാന്ന് നിൽക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു കുറേ മൂവി എടുത്ത് ഇങ്ങോട്ട് പടയ്ക്കാം. നീ അങ്ങനെ പടക്കണ്ട. നീ ഒരു 1 ലൈൻ എഴുത്. ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സൂപ്പർ കോമഡി എന്റർടൈൻമെന്റ് ആക്കാം. കോമഡി ത്രില്ലർ. അത് കലക്കും. അത് തന്നെയല്ലേ നീ പറഞ്ഞോണ്ടിരുന്നത്. നീ ഒന്നും വേണ്ടാതിരുന്നേ. അപ്പൊ ഫുഡിന്റെ കാര്യം എങ്ങനെയാ? അത് നമ്മൾ ഇത്രയും പേരില്ലേ ഉണ്ടാക്കിയ പോരെ. നമ്മൾ 4 പേര്. ഓക്കെ. അഖില് അവന് ഒരുപാട് എടുക്കുന്നു. തലേന്ന് കാലത്ത് ഞാൻ വിളിച്ചപ്പോ ഫോണിലൂടെ കരകര സൗണ്ട്. ഞാൻ ചോദിച്ചു പറയണേ, നാളികേരം ചെറുക്കാന്ന്. അത് പെണ്ണിനെ പേടിച്ചല്ല, കല്യാണം കഴിഞ്ഞ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കല്യാണത്തിന് മുന്നേ ഉണ്ടാവോ ചേട്ടാ? ഞാനൊന്നേ ബാത്റൂം പോയിട്ട് വരാം. എന്തത് പെട്ടെന്ന്. എന്റെ മര്യാദ അതിന് ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത? വേറൊന്നല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അത് വേണ്ട, ബുദ്ധിമുട്ടാവും.
ചേട്ടൻ ഇപ്പൊ റോങ്ങായിട്ട് സംസാരിച്ച് അത് ശരിയായില്ല. ഞങ്ങളുടെ കാര്യം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളോ? ചേട്ടന്മാർ വിട്ടേക്ക്. എന്നാ ചേട്ടൻ സോറി പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പിന്നീട് ദോഷം ചെയ്യും. എന്നാ പിന്നെ നമുക്ക് സോറി പറഞ്ഞാലോ? അകത്തി കയറി പോയടാ, അകത്തി കയറി പോ. പോയടാ പോയടാ. എനിക്ക് അതെ, നിങ്ങൾ 5 പേരുണ്ട് കേട്ടോ. ഞങ്ങള് പിന്നെടുത്തോളാം, തിരിച്ചു വരും, നോക്കിക്കോ. പിന്നെടുത്തോണ്ട് ഞങ്ങൾ വരും. ആളെ മെനക്കെടുത്താൻ വാടാ. ഒരു പെണ്ണിന് സൗണ്ട് കേട്ടു. നിന്റെ ഒരു പെണ്ണ് ഇവിടെ അതിന് വലിയ കാര്യം നടക്കുമ്പോളാ ഇവിടെ ഇപ്പം എന്തുണ്ടായി? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ബാത്റൂമിലായിരുന്നു. ബാത്റൂം ഇവിടെ കൊണ്ടുവരാൻ നിരങ്ങിയിട്ട് പോയി. അപ്പോഴാണ് ഒരു പെണ്ണും ഇവിടെ പോയി. എന്തുണ്ടായേ? വായോ. പൊമ്പിളയെ കാതലിച്ച നമ്പി വിടാത്, നമ്പി വിടാത്, നമ്പി വിടാത്, നമ്പി വിടാത്. എന്താ ആലോചിക്കാൻ? ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അല്ലടാ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിനക്ക് അങ്ങനെ തോന്നിയാ? എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾ രണ്ടുപേരും അന്ധവിശ്വാസികളാ, അതിന്റെ കുഴപ്പാ. ഇവനാണെങ്കിൽ മണ്ടനും. എനിക്ക് വീട്ടിലെന്തോ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കല്ലേ. ആ കൗട്ടളോ എന്നാലും നമ്മടേക്കിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാ? അവരൊന്നും പറഞ്ഞില്ലോ. നീ മിണ്ടരുത്. അതിനിടയിൽ നീ വേറെ എന്തോ പറഞ്ഞ വിഷയം മാറ്റി. അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കുറച്ചു നേരത്തെ മുന്നേ ബാത്റൂമിൽ കയറിയപ്പോ നമ്മുടെ വീട്ടിലേക്ക് ആരൊക്കെയാ അച്ഛായി വരുന്നത്? മോക്ക് ശല്യാവുന്നുണ്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് മാറി നിൽക്കാൻ തന്നെ കുഴപ്പമാണ്. ആദ്യമായിട്ടല്ല മാറിക്കണ്. ഞാൻ പറഞ്ഞൂടെ കിടന്നോട്ടെ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ രാത്രി ഞാനും ബാത്റൂമിൽ പോയപ്പോൾ ഒരു പെൺകുട്ടിയുടെയും അച്ഛനും സൗണ്ട് കണ്ടു. ഞാൻ ആരും ആ റൂമിൽ ഇറങ്ങണ്ട. അതെന്താ? നമുക്ക് എല്ലാവർക്കും കൂടി ആ ഹോളിലെടുക്കാം. ഒറ്റയ്ക്ക് ഇടുന്ന അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട. അത് മതി. ഓക്കെ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ആരാ? എന്താടാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്?
നീയെ പിടിക്ക ഈ നേരത്ത്. ആ സൗണ്ട് ഞാൻ വീണ്ടും കേട്ടാ. അച്ഛാ അച്ഛാ, എന്റെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെ വെച്ചിരിക്കണേ? അതാ അലമാരക്കകത്തെങ്ങാനും കാണും. അയ്യോ എന്താ കാര്യം പറ. നീ വീണ്ടും തന്നെ പറയാലോ, എന്താണ്ടായേ? നിങ്ങളെ പേടിക്കണ്ട, തെണ്ട് ചെയ്ത പണിയാ. നിന്റെ പേടി മാറാൻ വേണ്ടി ചെയ്തല്ലടാ. പക്ഷേ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. അഭിനിഷ നിനക്ക് തോന്നിയതാവും. അല്ലടാ, ഞാനും ശബ്ദം കേട്ടതാ. എന്ത് വീടാണത്? നിനക്ക് വല്ല അറിയോ? ഇല്ല, ഇവിടെ അങ്ങനെ ഒന്നില്ല. നമുക്ക് നാളെ തന്നെ ഒരു പ്രശ്നം വെപ്പിക്കാം, അല്ലാണ്ട് ശരിയാവില്ല. രാമു, ആ ചോക്ക് ഇങ്ങോട്ട് എടുക്കുക. പലകില്ലേ? പലക വേണ്ട പണിക്കരെ. പണി അറിയണ പണിക്കർക്ക് പലകയുടെ ആവശ്യല്ലേ? മനസ്സിലായോ? രാമു, ആ വിളക്കൊന്ന് കത്തിക്കേ. ഹൈ, വിളക്ക് കത്തിക്കാൻ വരെ സമ്മതിക്കണില്ല. പണിക്കരെ, അത് ഫാൻ കറങ്ങണതാ പണിക്കരെ. ഓ, എന്നാ ഫാൻ അങ്ങോട്ട് നിർത്തുക. ആരാണാവോ കണ്ടത്? ആരും കണ്ടില്ല, എല്ലാരും ശബ്ദം കേട്ടേ ഉള്ളൂ. ഞാനാ കണ്ടത്. ദേ ഇവനും കണ്ടു. എന്തായാലും രണ്ടുപേരിരിക്കേ. വടിയെടുക്കണോ പണിക്കരെ? അല്ല, അങ്ങനെയാണല്ലോ പതിവ്. എന്നതാക്കിയതാണല്ലേ. പിന്നെ രണ്ടാളെ പേരിലും ഓരോ ഹോമങ്ങളാണ് നടത്താം. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ പണിക്കരെ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഒരു പൂജക്കേ 17,500. അത് 2 പൂജക്കും കൂടിയിട്ടേ. രാമു, എത്ര ആവും 2 പൂജക്ക്? 350 അല്ലേ? 35 അല്ലേ? 35,000. ആ അതന്നെ, 35,000. അതന്നെ. 35,000 രൂപ 2 പേർക്കും കൂടി ആവും. ശരിക്കും ഒരാളെ കേട്ടുള്ളേ, അപ്പോ ഒരു പൂജ മതി. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ പണിക്കരെ? എൻ്റെ ഭഗവതി, എന്തായാലും ഞാനൊരു 5,000 കൊണ്ട് കുറച്ചുതരാം. പക്ഷെ ഫലം എത്തിരി കുറയേ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 5,000 രൂപ ഉറപ്പിക്ക്. കാശിന് ഇത്തിരി ടൈറ്റ് ഉണ്ടേ. ഇതെന്തൂട്ടത്? ലേലം വിളിയാണോ ഇപ്പൊക്കെ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഏലസ പൂജിച്ചിടാം. പക്ഷെ അത് താൻ തന്നെ ചെയ്യണേ. ചെയ്യാം. എന്നാ ഇപ്പൊ തന്നെ ഏലസ പൂജിച്ചരാം. രാമു, ആ ഏലസ കൊണ്ട് എടുക്കാം. നമശിവായ. ഏലസ 3 ഉള്ളൂ, 1 ദാശ എനിക്ക് കൊടുത്തില്ലേ? ഇപ്പൊ എത്ര ഉണ്ട് ഇവിടെ? പറഞ്ഞില്ലേ? എന്താ പണിക്കരെ ഒരു രഹസ്യം പറച്ചില്? രഹസ്യല്ലാന്നേ, ഞാനും ശിഷ്യനും കൂടിയിട്ട് ഒരു സംവാദമോ? എന്താണാവോ? ആ വാക്കിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റൂല. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? വീടിന്റെ 3 ദിക്കിലായിട്ട് ഓരോ ഏലസ കുഴിച്ചിടുക കേട്ടോ.
4 മൂലക്കിലല്ലേ പണിക്കരെ? ഹൈ 3 ദിക്കില് ഏലസും 1 ദിക്കില് പുഷ്പം പോയിട്ട് കുഴിച്ചിടുക. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ രാമു അതുകൊണ്ട് എടുക്കുക. പാലിട്ടോ. പിന്നെ കൃത്യം രാത്രി 12 മണിക്ക് തന്നെ സ്ഥാപിക്കുക. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എഴുന്നേറ്റോളാ. ചേച്ചി പാലോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പാല് പറഞ്ഞു ഞാനാ. നീയാ? ഒന്ന് പുഷ്ടിപ്പിക്കാൻ. ഈ ശരീരത്തില് ഇനി എന്ത് പുഷ്ടിപ്പിക്കാൻ? പിന്നെ എന്താണ്? ആ മക്കളെ ഞങ്ങൾ പൊക്കോട്ടെ. ഏട്ടാ. ഓ ദാഷായിന് ഏലസ് കെട്ടിട്ട് വല്ല മാറ്റം ഉണ്ടോ? രാവിലെ കുളിക്കുമ്പോൾ ഏലസും തണുക്കുമല്ലോ, അപ്പൊ അവിടെ ഒരു കുളിരൊക്കെ വരും. അല്ലാതെ വേറൊരു മാറ്റല്ലേ പണിക്കരെ. രാമു നമ്മ കണ്ടു പോവാ. എന്നാ പിന്നെ നാളെ വരാം. എന്തിനാ ഏലസ്? ആടിന് പാൽ കൂടാനാ. ആട്ടുപാലിനും ഏലസോ? അതെ, രണ്ടാമത്തെ കുഴിയപ്പോൾ ഞാൻ കുത്തണ്. ബാക്കിയുള്ള കുഴിയൊക്കെ നീ കുത്തേണ്ടി വരും. ഞാൻ കുത്തിക്കോളാം. അതെ, നമുക്ക് ഈ വീട് മാറിയാലോ? നിനക്ക് പേടിയുണ്ടാ? അവന്മാർക്ക് പേടിയില്ലാത്ത കാരണം വിശ്വാസമില്ലാത്ത. വീടൊന്നും മാറണ്ട, ഇത് എവിടെ വരെ പോകുന്ന നോക്കാം. അതെ, ഞാൻ പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. 2 കുഴി എത്തി തന്നിട്ടുണ്ട്. ബാക്കി കുഴി കുത്തലും ഏലസ് കുഴിച്ചിടലും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ഒറ്റയ്ക്ക് ഞാൻ ചെയ്യില്ല. പണിക്കർ ഒറ്റയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യണ്ടേ? നിങ്ങളുടെ പറ്റിയേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോ. സന്തോഷത്തോടെ ഉപ്മാവ് ഉണ്ടാക്കണം. 12:30 പോവാനുള്ള പേടിയായിട്ട് മടിക്ക്. ഈ 8 ഏലസിനുള്ള കുഴി കുഴിക്കാൻ പോയിക്കാ. ഇനി ദാസ് പറഞ്ഞ പോലെ വല്ല പ്രശ്നം ഉണ്ടാവോ? പെണ്ണിന്റെ ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. അതൊരു അച്ഛനും മോളും. ആണിന്റെ ശബ്ദമായ എന്താ പ്രശ്നം? ആണിന്റെ ശബ്ദം മാത്രമായാൽ പോരാ, ഒരു ഹിന്ദിക്കാരൻ്റെ ആവണം. എന്താ നീ അങ്ങനെ പറയുന്നേ? നിന്നോടായതുകൊണ്ട് ഒരു കാര്യം പറയാം. നിനക്ക് വിശ്വാസം പേടുന്നില്ലല്ലോ. നീ കാര്യം പറ. ഒരു ഹിന്ദിക്കാരൻ തൂങ്ങിയിട്ടുണ്ട്. നീ കാര്യമായിട്ടാണോ പറയുന്നേ? കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തമാശ പറയൂ. എന്താ പറ്റിയേ? പിന്നിലൂടെ ഒരു സാധനം പോയ പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ കൈയൊന്ന് പൊള്ളി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഇതിന്റെ പരിഹാരം നമുക്ക് കാണണം. നിനക്ക് അതിന് വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ. നീ ഇവരെ പോലെ പേടിച്ചു തുടങ്ങിയ? മിണ്ടാതിരുന്നത്തേണ്ടി. ഞാനിപ്പോ എന്താ ചെയ്ത്? നീ എന്താ ചെയ്യുന്ന പറയണ. എന്തായാലും നമ്മൾ ആരും ഉറങ്ങണില്ലേ. എന്തുണ്ടാവും നമുക്ക് നോക്കാം. ഞാനില്ലേ കളിക്ക്, എനിക്ക് കിടന്നുറങ്ങണം. ഹിന്ദി നിർബന്ധം വെച്ചാ ഞാനിരിക്കാം.
കോപ്പ്. ആരാ? ഞാൻ സപ്പാൻ. എന്തൊരു കോമഡി കൊടുത്തിട്ടുള്ളത്? എന്താ പ്രശ്നം? ആരുടെ പിള്ളേരെ തല്ലേ? പിള്ളേരെ തല്ലേ? ആ, ആരുടെ പിള്ളേരെ തല്ലേ? സന്തോഷട്ടോ. ഡോ, ഒരു കാളക്കുട്ടിന്റെ പോലെ ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാരും കൂടി തല്ലിയില്ലേ? അത് ചോദിക്കാനോണ്ട് നോക്കിയേ. ആകെ പ്രശ്നമായിട്ടിരിക്കുക. എങ്ങനെയാ ഞങ്ങള് പ്രതികരിക്കണമെന്ന് അറിയില്ല. താൻ പോയാ? അപ്പൊ ഞാൻ പിന്നെ വരാം. ഈ രോമൊന്ന് ശരിയാക്കി വെക്കിട്ടാ. അല്ല നീയും നിന്റെ ഒരു കാളക്കൂറ്റനും കുണ്ടി പറയാൻ ഉസ്താദാവാൻ. തല്ലൂരി കിടന്നുറങ്ങ. അപ്പോ ചോദിച്ചില്ലേ? അവര് ഭയങ്കര പ്രഷർ അടിച്ചിരിക്കടാ. അവര് പ്രഷർ ഒതുങ്ങിയിട്ട് വരാടാ. അത് മതിയോ? അത് മതിയാ. മാർക്ക് രാമ 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 രാമ. അല്ലടാ, ഇവിടെ ആരൊക്കെ ഓണമില്ലടിച്ചേ? കഴിഞ്ഞിട്ട് നേരെ എത്രേ? നീ ഇപ്പളാ വരണേ? എന്താടാ? പേടിക്കാതിരിക്കേ, പേടിക്കല്ലേ, ഞങ്ങളെല്ലാരും ഇല്ല ഇവിടെ. ഞാനിങ്ങനെ വാതിർക്കാൻ പോവാ.
എന്താണ്ടായേ? എന്താണെന്ന് കണ്ടില്ലേ? ദാസ് എവിടെയാ? വിളിച്ചില്ലേ? ആ അവനെ വിളിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നേ. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? തല തല്ലിട്ട് വീണ. പോയി നോക്കണ. എന്തായാലും നേരെ വിളിച്ചിട്ട് പോ. നീ എന്തിട്ട് പറയണേ? ഇപ്പൊ തന്നെ വേണം. വാ എന്താ എന്താ കൈ? പെട്ടെന്ന് തല കറങ്ങി. എന്നിട്ട് ബോധം വന്നപ്പോ റൂമിൽ പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയെ? അതറിയില്ല. എന്തായാലും നാളെ നേരം വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഈ വീടിന് എന്തോ പ്രശ്നമുണ്ട്. വീണ്ടും തുടങ്ങിയവൻ ആൾക്കാരെ പിടിപ്പിക്കാൻ. കയറിപ്പോ ഇടത്തേക്ക്. ഉള്ളിലെന്ത് പ്രശ്നണ്ടാ? എന്താ നീയും തുടങ്ങിയോ അവനെ പോലെ? അല്ലടാ. അപ്പൊ പൂച്ച? പട്ടിയും പൂച്ച എന്നല്ല. എന്നാ അവരോട് കൂടി പറ, നമുക്ക് ഇവിടുന്ന് മാറാം. എന്തെന്നെ ആയാലും ഇതിന് സത്യാവസ്ഥ അറിയാണ്ട് ഇനി പുറകോട്ടില്ല. തീർന്നില്ലടാ, കേറുവാ. ശരി വാ. ഞാൻ എന്തായാലും ഇവിടുന്ന് മാറാം. ആരും മാറിയാലും മകളെ, നീ മാറില്ലേ? എനിക്ക് എന്റെ ജീവൻ നോക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ ജീവൻ എന്താ ഒരു വിലയില്ലേ? അതെ, മാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിന്റെ മുന്നേ ഒന്നുകൂടെ ബ്രോക്കറെ വിളിക്കണം. ബ്രോക്കർ എന്തിനാ വിളിക്കണേ? ബ്രോക്കർ വിളിക്കുന്നത് നിനക്കെന്താ? ബ്രോക്കറെ വിളിച്ചിട്ട് എന്തിനാ? അയാൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ബ്രോക്കറെ ഞാൻ വിളിച്ചിട്ട് ബ്രോക്കർ ഇപ്പൊ വരും. ബ്രോക്കർ വന്നല്ലോ. ചേട്ടനെ വേണ്ടി തിരിക്കായിരുന്നു നിങ്ങള്. എന്താ കാര്യം? ചേട്ടാ, ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? കുറച്ച് അനിഷ്ട പ്രശ്നങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായി. എന്ത് സംഭവങ്ങള്? അതൊക്കെ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അതേ ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അല്ല ഞാനോട് പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഹിന്ദിക്കാരന്റെ സൗണ്ടല്ലേ കേൾക്കുള്ളൂ. അത് ശരിയാ. ഇതൊന്നല്ല. ചേട്ടനെ ആരെ വീട് ഏൽപ്പിച്ചേ? ഇതിന്റെ ഓണറാണ് എന്നെ വീട് ഏൽപ്പിച്ചത്. ഈ സംഭവം കഴിഞ്ഞ പിന്നെ വേറെ ആരും ഇവിടെ വരാറില്ല. അങ്ങനെയാണ് ഞാൻ ഇയാളെ കണ്ടെത്തിയത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണെങ്കിൽ നമുക്ക് വേറെ വീട് നോക്കാം. ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അല്ലേ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും, നമുക്ക് അതുപോലെ ചെയ്യാം. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം. എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരാളുണ്ട്. അതാരാ അങ്ങനെ ഒരാള്? ജോൺ നട്ടൻ എന്ന് വിളിക്കും. ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അയാൾക്ക് ഒന്നും കൊടുക്കണ്ട. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അയാൾക്ക് വലിയ ഇൻട്രസ്റ്റാ. ആളെങ്ങനെ? ആളൊരു പ്രത്യേക ടൈപ്പാ. എന്തായാലും നാളെ വരാൻ പറയാം. ജോണേട്ടനല്ലേ? അതെ, വരൂ. ജോണേട്ടൻ. ദാസും സന്തോഷും ഉണ്ണയും അല്ലേ? പേരെങ്ങനെ? അതാ തങ്കപ്പേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിന് ആരെ പേരെന്ന് അറിയില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. പറഞ്ഞോളൂ. ജോണേട്ടാ, ഇവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചിട്ട് മറ്റു കാര്യമുള്ളൂ. ഇവിടെ ഏത് റൂമിലെ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത്? ആ റൂമിലാ.
എന്നാൽ ആ റൂമിൽ ഇനി ഞാൻ കിടന്നോളാം. ആ റൂമിനുള്ളിൽ ഹിന്ദിക്കാരൻ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? അഖില്. നമുക്ക് ആ റൂമിലൊന്ന് കയറിയാലോ? ജോണേട്ട ഒറ്റയ്ക്ക് കയറിയാൽ മതി ആ റൂമിൽ. ഇവിടെ എങ്ങനെ ആരും തൂങ്ങി മരിച്ചിട്ടില്ലല്ലോ. അത് എങ്ങനെ മനസ്സിലായേ? ഫാനും സ്വിച്ചും കണ്ടാലറിയാം. അതിനുശേഷം മാറ്റിയതായിക്കൂടെ? അതിനുശേഷം നിങ്ങളിവിടെ താമസിച്ചേ, നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ സ്വിച്ച്? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഓ, ആള് പോയില്ല തന്നെ. ജോണി എന്ന് പറഞ്ഞ ഒരാള് വരണ്ടേ, അയാളിനി എന്ത് കാട്ടാനാവും? ഏത് ജോണിയായാലും കീണിയായാലും വേണ്ടില്ല. ഓക്കെ, എനിക്കുണ്ടായ അനുഭവം ഉണ്ടായിണ്ടല്ലോ, തൂറി മെഴുകൂടാ. നോക്കിക്കോ. നീ അപ്പൊ തൂറി മെഴുകിയില്ലേ? ഞാൻ തൂറി മെഴുകുന്നില്ല, ഞാൻ കുളയ്ക്കലായിട്ടൊരു കാര്യം പറഞ്ഞതാ. അതെ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അത് നീ ആലോചിച്ചോ. അത് ഉറപ്പാ, അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല. നോക്കാം. ആ, നോക്കാം നോക്കാം. നമുക്ക് കാണാം. ആ, കാണാം. ഏയ്, എന്താടാ എല്ലാവരും മിണ്ടാണ്ടിരിക്കണേ? ജോണേട്ടൻ വന്നിട്ടുണ്ട്. ജോണേട്ടൻ ആളവിടെ അകത്തുണ്ട്. കുറച്ച് സമയം കേറിയിട്ട്. ബിനീഷ്, അഖിൽ അല്ലേ? പൂലി എന്നെ പേര് ഒരു പറഞ്ഞു കൊടുത്താവും. എന്തായാലും ഇന്ന് ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാം. ഫുഡ് കഴിക്കണ്ടേ? വേണ്ട, ഇന്ന് എനിക്കൊന്നും വേണ്ട. ആള് വിചാരിച്ച പോലെയല്ല, പൂലി തന്നെയാ. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ ആളെ വിളിക്കാൻ പോകുന്നത് വേണ്ട, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഞാൻ കിടന്നുറങ്ങാൻ പോവാ, നിങ്ങൾ വേണം നോക്കിക്കോ. ഏടാ, സമയം 12 തുണ്ടുപടം കണ്ട് എടുക്കുക. കിടന്നുറങ്ങടാ. കിടന്നേ. ഓ, കാലുമാറ്റിയ കാലുമാറ്റിയ. നിന്നെ എനിക്ക് അത്ര വിശ്വാസം. അപ്പുറത്ത് കിടന്നു. ജോണേട്ടോ, ജോണേട്ടോ, ഇയാൾ ഈ രാവിലെ തന്നെ എവിടെ പോയി കിടക്കുന്നു? ജോണേട്ടോ, മുങ്ങിണ്ടാവോ? ജോണേട്ടോ, അവിടെ എവിടെയും ഉണ്ടോ? ആളെ കണ്ടാ? ജോണേട്ടാ, ജോണേട്ടാ, ആള് മുങ്ങിന്ന് തോന്നണേ. ഒന്ന് അവിടെ പോയി നോക്കടാ, നോക്കടാ ഉണ്ണി, അവിടെ പോയി നോക്ക്. ജോണേട്ടോ, ഇയാള് ബുദ്ധിസ്റ്റാ. ജോണേട്ടോ, 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 ജോണേട്ടോ. നീ അവിടെ അങ്ങനെ പോയിരിക്കുന്നു. ജോണേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര നേരമായി ജോണേട്ടാ വിളിക്കുന്നത്? കേട്ടില്ലേ? കേട്ടു. ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു നിരീക്ഷണായി പോയി. തപ്പിയത് മതി പിള്ളേരെ, കേറുവാ, ആളിവിടെ ഉണ്ട്.
ബിനീഷ് ഉണ്ണിയൊക്കെ എവിടാ? ആ ജോണേടെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിണ്ട്. ഇയാള് താങ്ങി പിടിച്ചോണ്ട് എങ്ങനെ മുകളിലേക്ക് കയറണേ? അത് ഈ പുലി പോത്തിനെ പിടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറില്ലേ, അത് ഈ സാധനം കേറി കഷ്ടം. എന്തായാലും അവനോട് ഇന്നലെ കിടന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അടിച്ചു പിറ്റായി എന്താ അറിയാലേ? ഫിറ്റല്ല, ഒരു 3 എണ്ണം അത്രേ ഉള്ളൂ. അതുപോരെ. പ്രേതം എന്ന് വെച്ചാ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? അങ്ങനെ ഒന്നുമില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടി. എന്തായാലും ഇതിന് സത്യാവസ്ഥ അറിയണം, അത് തീരുമാനിച്ചതാ. ദേഹത്തെ വെടിയുന്ന ഒരു ദേഹിയാണ് ആത്മാവ്. ഇത് കുറെ സിനിമയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള. അതിവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് ഇവിടെ ഉണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയണ കേട്ടേക്ക്. ജോണേട്ടൻ എന്താ പറയണേ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ജോണേട്ടന് ആത്മാവുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നാണല്ലോ തങ്കപ്പേട്ടൻ പറഞ്ഞത്. ആത്മാക്കൾക്ക് അങ്ങനൊരു കഴിവില്ല. എൻ്റെ പഠനത്തിൽ ഒരു പ്രകാശഗോളം മാത്രമാണ്. ദേഹത്തെ വിടിഞ്ഞാൽ കുറച്ചു നാൾ ഈ ഭൂമിയിലുണ്ടാവും, പിന്നെ എങ്ങോട്ടോ പോകും. ഇവിടുത്തെ ആത്മാവ് പോയില്ലേ? അതാണ് നമുക്കറിയേണ്ടത്. ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കിടക്കണം. ആര്? ഏറ്റവും കൂടുതൽ അനുഭവം ആർക്കോ അദ്ദേഹം. ബിനീഷ്, അവൻ തന്നെ കിടക്കട്ടെ. അവൻ കിടക്കോ? കിടക്കാതെ പറ്റില്ലല്ലോ. അവൻ ഇതറിഞ്ഞ ഇന്ന് തന്നെ ഇവിടുന്ന് പോകും. അവൻ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവില്ല, അവൻ്റെ കൂടെ ആത്മാവുണ്ടാവും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? നമുക്കിതിനെ പറ്റി അറിയണ്ടേ? അവൻ ഒറ്റയ്ക്കല്ലല്ലോ, ജോണേട്ടനും കൂടി ഉണ്ടല്ലോ. ഇതിലും ഭേദം ഒറ്റയ്ക്ക് കിടക്കണതാ. നമ്മളിവിടെ തേരാപരകട നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലേ? അതും ശരിയാ. ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് അത്ര ദിവസമായി. ആ ജോണേട്ടനാണെങ്കിൽ ഇതേവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അയാളെ കൊണ്ട് എന്തെങ്കിലും നടക്കൂ? അയാൾ വന്നിട്ടില്ലല്ലോ. ഒന്ന് പഠിക്കട്ടെ ഇവിടെ. ഇയാളാണെങ്കിൽ 5 വയസ്സായി പിള്ളേരെ പോലെ ട്രൗസറും ബേനിയനും എനിക്കതിനെ ചൊറിഞ്ഞ് വരണ്ട. എനിക്ക് ഒരാളുടെ രൂപം നോക്കിയിട്ട് അളക്കാൻ പറ്റില്ലേ? ആ തീട്ടോട്ടുന്ന വണ്ടില്ലേ, എന്തോരണ്ട്. അയാളതിന് തീട്ട ഉരുട്ടാൻ വേണ്ടി വന്നല്ല. നിങ്ങളിവിടെ ആകെ തീട്ട കളിയാക്കൂ. ആള് പുറത്തുണ്ട്, കേക്കണ്ട. ബിനീഷ്, അവൻ നിന്റെ 5ാം ക്ലാസ്സുകാരൻ. എന്താണ് എല്ലാവരുടെ ചർച്ച? ഞങ്ങളിങ്ങനെ ചുമ്മാ. ആർക്കും ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഏയ്, വിശ്വാസം കുറവൊന്നുമില്ല. രാത്രി ചേട്ടൻ്റെ കൂടെ ഞാനാണല്ലോ കിടക്കണേ. എന്താടാ ജോണേട്ടൻ നിന്നെ എന്തെങ്കിലും ചെയ്യോ? ഇവ എന്തെങ്കിലും ചെയ്യാണ്ടിരുന്നാൽ മതി. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമ്മൾ തന്നെ വെക്കണം, നമ്മൾ തന്നെ കഴിക്കണം.
എന്തുട്ടാണ് ചെയ്യണത്? നേരം കൊറേ എന്തുട്ട് തപ്പണാവോ? ജോണേട്ടാ എന്തുട്ട് തപ്പണേ? ഒന്നുമില്ല, വെറുതെ. നന്നായി കഴിച്ചോ. ഇനിയിപ്പോ എന്താടാ? ഏയ് ഒന്നുമില്ല മോനെ. ഒന്നും മിണ്ടാതിരുന്നേടാ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ വിളിച്ചാ മതി. ആരെ? ദൈവത്തിന് അല്ലാടാര്. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളണേ. നീ ഇങ്ങനെ വിളിച്ചാലൊന്നും ആത്മാവ് വരില്ല. വരണ്ട. പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്തായാണാവോ എൻ്റെ കാര്യം? നാളേക്ക് ഒരു ആത്മാവ് കൂടി. ഓ ഒന്നും മിണ്ടാർന്ന്, വായ തുറന്ന നെഗറ്റീവാ. എന്തെങ്കിലും ആണെങ്കിൽ വിളിച്ചാൽ മതിടാ, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഇനി ഈ വണ്ടി നാളെ കാലത്തെ എണിക്കുള്ളൂ. ഇത് അങ്ങനെ ഒരു സാധന ഉണ്ണ ഉറങ്ങാവൂ. അല്ല ഉണ്ണിയപ്പം തിന്നേ, അങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. താത അടിച്ചേർന്നാ ഞാൻ ഒറ്റയ്ക്കാവലോടോ. 2 അടിച്ചൊരു ധൈര്യത്തിന്. ഒന്നുകൂടി വെച്ചോ. എന്താ ഫിറ്റായി കിടക്കാനാണോ? മിണ്ടാണ്ടിരുന്നോടെ. ഇന്നലത്തെ കറിയൊക്കെ അങ്ങനെ പോയി മോനെ. മൂടൊക്കെ പൊളിഞ്ഞു മോനെ. അത് ഇന്നലത്തെ തീറ്റ കണ്ടപ്പോ തോന്നി. എന്തായി ജോണേട്ടാ? ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഒന്നും ഉണ്ടായില്ലേ? ഒരുത്തൻ ഫിറ്റായി കിടക്കുന്നു. ജോണേട്ടന് ഫിറ്റായിട്ടുണ്ടാവും. ആത്മാക്കൾ ഇഷ്ടമല്ലാത്ത ആരോ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ജോണേട്ടനല്ലാതെ ആരാ? ഞാൻ ആദ്യമായിട്ടല്ലേ. പിന്നെ തങ്കപ്പൻ. അയാളല്ലാതെയും വേറെ ആരോ വന്നു പോയിട്ടുണ്ട്. അതാരാ? വെള്ളരിട്ടിയും ദാഷാണി ചേച്ചി, പിന്നെ പണിക്കരി. ഇതിൽ ആരാണെന്ന് കണ്ടെത്തണം. അതെ, കണ്ടുപിടിക്കണം. എന്താടാ എന്നെ റൂമിൽ ഒറ്റയ്ക്കാക്കി പോന്നൂല്ലേ? അത് നീ അടിച്ചു ഫിറ്റായി കിടന്നിട്ടല്ലേ? അല്ലാണ്ട് പിന്നെ എങ്ങനെയാ അവിടെ കിടക്കുക? അല്ല എന്താ അടുത്ത പരിപാടി? ഇന്ന് രാത്രി ദാസും ബിനീഷും കൂടി റൂമിൽ കിടക്കട്ടെ. അത് നടക്കില്ല. പിന്നെ ഇതും കൂടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കിടക്കേണ്ടി വരും. ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ പ്രയത്നം പിടിക്കാൻ വേണ്ടി വന്നതല്ല. സിനിമ ഒരു ഭ്രാന്തായി പോയി. അതിന് പുറത്ത് മാത്രം ഇതിന് വന്നത്. എന്തെങ്കിലും ഒരു വഴി തുറക്കും, നീ ടെൻഷൻ ആവാതിരി. പാല് കിട്ടോ? അതാരാ? അതാ പാല് കൊണ്ടുവരാനുള്ള ചേച്ചിയല്ലേ? ചേച്ചി, ചേച്ചി എവിടെന്നേ? പുതിയ ആളാണോ? അതെ, ജോണേട്ടെന്ന് വിളിക്കും. എന്താ വിളിച്ചേ? ഈ വീട്ടിലാർ താമസിച്ചിരുന്നേ? ഇവിടെ ഹിന്ദിക്കാരായിരുന്നു. അതിനു മുമ്പ് പൂട്ടിക്കിടക്കായിരുന്നു. സാർ പോലീസാണോ? അല്ല. ഈ വീട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ചേച്ചി ഞങ്ങളെന്ന് അറിയിക്കണം. ഞാൻ പറയാം, പറഞ്ഞെന്ന് ആരോടും പറയണ്ട. ചേച്ചി ഒന്ന് വന്നേ. ഈ വീടിന്റെ ഓണർ എന്തോ ബിൽഡേഴ്സ് ആണ്. ഗ്രീൻ ഗാർഡനോ അങ്ങനെ എന്തോ ആണ്. ഗ്രീൻ ഗാർഡൻ വൈറ്റ് ബിൽഡേഴ്സ് ആണോ? ആ അതെ അതെ, വീടും ബിൽഡിംഗ് പണിത് കൊടുക്കലാണ് അവരുടെ പണി. അവരുടെ പണിക്കാരായിരുന്നു ഇവിടെ താമസം. തങ്കപ്പേട്ടൻ പറഞ്ഞിട്ട് പാല് ഇവിടെ കൊടുത്തിരുന്നു. ആര്? ബ്രോക്കർ തങ്കപ്പേട്ടനോ? അയാളൊന്നും അറിയില്ല എന്നാണല്ലോ പറയുന്നത്. അയാൾ അവരുടെ ആളാ. ഈ വീട് തന്നത് ഇതിന്റെ ഓണർ പോലെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചേച്ചി കാര്യം പറ. ഞാൻ വരുമ്പോൾ ഓണറിന്റെ മകൻ ഒരു കൊച്ചുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്.
ദേ പാല് കിട്ടോ. അയ്യോ ആരോ വന്നു തോന്നുന്നു. എന്നെ കണ്ടതും ആ കൊച്ചു പെട്ടെന്ന് തന്നെ പോയി. പിന്നെ എങ്ങനെയോ മുതലാളി അറിഞ്ഞു. പിന്നെ അച്ഛനെയും മകളെയും ആരും കണ്ടിട്ടില്ല. ഇത്രയേ എനിക്ക് അറിയുള്ളൂ. എന്താ ഞാൻ പോട്ടെ സാറേ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എന്താ അടുത്ത പരിപാടി? ഇനി എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും. ഇനി എന്ത് തീരുമാനിക്കാൻ, അറിയേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ? അതന്നെ. അതല്ല, നമുക്കിതിന്റെ പിന്നാലെ പോണോ അതോ ഉടച്ചു നിർത്തണോ? എന്താ വമ്പൻ ടീമാണ് അവര്, നമ്മളെ കൂട്ടിയെ കൂടില്ല. ഈ അച്ഛനും മോൾക്ക് ആരുമില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പൊസിഷനിൽ അവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ബ്രോക്കറെ പൊക്കിയാ നമുക്ക് കാര്യം അറിയാം. എന്നിട്ട് എന്തിനാ നമ്മളിനി ഇതിന്റെ പിന്നാലെ പോണില്ല. ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. എല്ലാവരുടെ തീരുമാനം ഇത് തന്നെയാണോ? അതെ. അവർക്ക് നമ്മളോടൊന്നും പറയാനുണ്ടെങ്കിൽ തന്നെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത്. ഇവിടെ ഞാനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പോയ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ജോനേട്ടാ, അവനറിയാണ്ട് പറഞ്ഞതാ, വിട്ടുകളാ. ജോണേട്ടൻ എങ്ങും പോണില്ല. ഇതെന്താണ് നമുക്ക് അറിഞ്ഞേ പറ്റൂ. അതെ, ഞാനുണ്ട് കൂടെ. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. ആരും അങ്ങോട്ട് പോണില്ല. നമ്മൾ ഈ സിനിമയായിട്ട് മുന്നോട്ട് പോവാം. ഓ, അതിനെന്റെ മനസ്സിലൊന്നും വരുന്നില്ല. ജോണേട്ടാ, ഇനി എന്തൊരു പ്രതിവിധി? ഞാനൊന്ന് ആലോചിക്കട്ടെ. വാസുവേട്ടനും ദീപ്തിയും തനിക്ക് അറിയില്ല? അവരെ ഞാനെങ്ങനെ അറിയാനാ? നാട്ടിലന്വേഷിച്ചപ്പോ നിങ്ങളാണല്ലോ അവരെ വാടകയ്ക്ക് താമസിപ്പിച്ചെന്ന് അറിയാൻ കഴിഞ്ഞ്. അവര് ഒരു മാസം അവരവിടെ താമസിച്ചിരുന്നു. പിന്നീട് എങ്ങോട്ടാ പോയി? ആദ്യം നമുക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്. അത് മറന്നുപോയി. വയസ്സായില്ലേ. നിങ്ങൾ എന്തൊക്കെയാ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്? നിങ്ങളിൽ നിന്ന് എന്തൊളിക്കാൻ? എനിക്കതിന്റെ ആവശ്യം എന്ത്? എനിക്കറിയാവുന്നതല്ല ഞാൻ പറഞ്ഞു. ഇതുവരെ ഞാൻ മര്യാദക്കാ ചോദിച്ചു. ഇനി ഞങ്ങളുടെ ജീവിതം മാറും. ആ പിള്ളേരെ നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. തങ്കപ്പനാരാന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. ഇനിയും നിങ്ങൾ എന്റെ പുറകിൽ വന്നാ തങ്കപ്പനാരാണെന്ന് ഞാൻ കാണിച്ചു തരും. ഇയാള് നമുക്ക് അന്വേഷിക്കാം. കാലത്തന്നെ തുടങ്ങിയ അവന്റെ തെണ്ടിക്കല്. ജോണേട്ടൻ എവിടെയായിരുന്നു? ഞാൻ നടക്കാൻ പോയിരുന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആദ്യം കരുതിയ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ചേട്ടൻ കാര്യം പറയാം, ടെൻഷനാക്കല്ലേ. ഇന്നലെ രാത്രി മുതൽ എനിക്കെന്തോ സംശയങ്ങൾ തുടങ്ങി. ആരോ എന്നെ നിരീക്ഷിക്കുന്ന പോലെയോ അങ്ങനെ എന്തോ. ഞാനെന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പം എന്തായി? ഫിനിഷ് പറ്റേ ആള് പറയട്ടെ. ഇന്നലെ രാത്രി ചില സംസാരങ്ങൾ കേട്ടു. ഞാൻ എണീറ്റു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അവരെന്താ അച്ഛൻ അങ്ങനെ? അച്ഛനെങ്കിലും എന്നൊന്ന് വിശ്വസിക്കും. അവര് കള്ളം പറയണതാ.
നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോയല്ലോ. ഒരു ഒളിച്ചോട്ടമല്ല എൻ്റെ രീതി. ചേട്ടൻ പറ, ഞങ്ങൾ എന്താ വിളിച്ചാൽ അതുപോലെ ചെയ്യാം. നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ ആൺകുട്ടികളല്ലേ, എല്ലാവരും ഒളിച്ചോടുകയാണോ നിങ്ങൾ വേണ്ടത്? ഇനി ആരൊക്കെ പോയാലും ആരുമില്ലെങ്കിലും ഞാനിതിൻ്റെ അവസാനം കണ്ടേ പോകും. ചേട്ടാ, എനിക്ക് പേടിയാണ്. സത്യമാണോ? എന്നാലും ഞാൻ കൂടെ നിൽക്കാം. എല്ലാവരും കൂടെ ഉണ്ടാവും. എന്നാൽ ഞാൻ ബാക്കിയുള്ളവരോട് പറയാം. ഈ വഴി തന്നെയല്ലേ? ആ ഇതന്നെ വഴി. ഇവിടെ തന്നെയാ. ഒരു വല്ലാത്ത വഴിയാണല്ലോ. ഇതാ വീട് തോന്നുന്നു. ഞാൻ നോക്കാം. ആരാ? അതെ, ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. എന്താ? ചോദിച്ചോളൂ. ഞാൻ രമേശ്, ഇത് വിനോദ്, സജു. ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരെ കുറിച്ച് വല്ലവരും അറിയാവോ? ഇവിടെ ഒരു അച്ഛനും മകളാണ് താമസിക്കുന്നതായിട്ട് അറിയാം. അവരിപ്പോ എവിടെയാ? വേറൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വീട് റെഡിയാക്കി തന്നത് തങ്കപ്പൻ എന്ന് പറഞ്ഞ ബ്രോക്കറാ. അയാളോടൊന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അയാളെ ഞങ്ങൾ കണ്ടിരുന്നു. അയാളത്ര ശരിയല്ല. അയാൾക്ക് എന്തൊക്കെയാ അറിയാം, പക്ഷെ അയാളൊന്നും പറയുന്നില്ല. നിങ്ങൾ അവരുടെ ആരാ? എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് വാസുചേട്ടൻ. വാസുചേട്ടനും മകൾക്കും വേറെ ആരുമില്ല. പക്ഷെ ഇപ്പം അവരെവിടെയാന്ന് ആർക്കും അറിയൂല. ഞങ്ങൾക്കും അത്രമാത്രം അറിയുള്ളൂ. നിങ്ങളുടെ നമ്പർ തന്നേക്ക്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. നമ്പർ ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തെങ്കിലും അറിയാണിച്ചെങ്ങ. ശരി, ഓക്കെ, ശരി. ഇനിയിപ്പോ ഈ ജന്മത്തിലെ കാണലുകളൊക്കെ അവസാനിക്ക അല്ലേ ഭാസ്കര? അങ്ങനെയൊന്നും അല്ലടോ, തന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. നമ്മളെ ചെറുപ്പകാലം പോലെയൊന്നും അല്ല ഇന്നത്തെ കുട്ടികളുടെ ചെറുപ്പകാലം. അവൾക്ക് അവനെ വേണ്ടു എന്ന് പറയുമ്പോ മാത്രല്ല, അവൾക്ക് അവളെ ജോലി ശരിയായിട്ടുണ്ട്. ഓ, ഞാൻ ഇതിലൊന്നും പറഞ്ഞില്ല. അവൾക്ക് ശരിയെന്ന് തോന്നുന്നു അവള് ചെയ്യട്ടെ. അതിനുള്ള പ്രായവും പക്വതയൊക്കെ അവൾക്കായി. ഞാൻ എതിർക്കാനൊന്നും പോയില്ല. താൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ തനിച്ചായില്ലേ. എനിക്കിനി ആരാടോ ഒരു കൂട്ട്? നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ജീവിതം ഓർമ്മിക്കാൻ മാത്രമാണ് ഇനി ബാക്കിയുള്ള കുറച്ച് നാൾ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഈ ഇടവഴിയും നമ്മൾ കളിച്ചു നടന്ന സ്ഥലമൊക്കെ എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും. എന്നാ ചെല്ലടാ. ശരി, വൈകണ്ട. വാസുവിനെ പറ്റി ഇതുവരെ യാതൊരു വിവരമില്ല. അതുകൊണ്ട് നീ ഒന്ന് അന്വേഷിക്കണം. എനിക്ക് എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല. ഞാൻ അന്വേഷിക്കാ. എന്താ പറ്റി? നമുക്കൊന്നുകൂടി അവിടെ വരെ ഒന്ന് പോകണം. എവിടേക്ക്? ആ വീട്ടിലേക്ക്. എടാ, നമ്മളൊരിക്കൽ അവിടെ പോയതല്ലേ, ഇനി ഇങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അവർക്കൊന്നും അറിയില്ല. നമ്മൾ പോയിട്ട് എന്താ കാര്യം? എൻ്റെ മനസ്സ് പറയുന്നേ, നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് അവിടുന്ന് കിട്ടാതിരിക്കില്ല. നമുക്ക് അവരോടൊന്നുകൂടി വിശദമായിട്ട് ചോദിക്കാം. പറ്റിയ ചുറ്റോട്ടത്തൊന്നും അന്വേഷിക്കുകയും ചെയ്യാം. അച്ചാകം മാനസികമായിട്ട് തളർന്നിരിക്കടാ. ഇന്നലെ കൂടി വാസേട്ടിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. രമേശേ,
നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. ആടാ. അവന്മാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പോട്ടെന്നാ. സന്തോഷമായിട്ടൊന്നും വരില്ലേ? ഞാനെന്ന് എത്ര വൈകിയാലും വരും. ജോണേട്ടാ, ഇനെന്താ നമ്മുടെ അടുത്ത പ്ലാൻ? ഞാൻ പറയാം. ഞാൻ കണ്ടെടുത്തോളം ആ ബ്രോക്കർ അയാൾ ഫ്രോഡാണ്. മാത്രമല്ല നമ്മൾ കണ്ടതും കേട്ടതും മാത്രമാകണമെന്നില്ല ശരിയും യാഥാർത്ഥ്യവും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ 2 ആത്മാക്കളുണ്ട്. നമുക്കറിയില്ല അവിടെ ഉദ്ദേശം എന്താണെന്ന്. നമ്മൾ ഇനി മുതൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിവതും നമ്മൾ തനിച്ചാവാൻ ഇടയാവരുത്. അങ്ങനെ വന്നാൽ അതെനിക്ക് പറയാനാവില്ല. എന്തും സംഭവിക്കാം. സൂക്ഷിക്കുക, അത്രമാത്രം. അല്ല, സന്തോഷം എവിടെയാ? ആളെന്തോ കാശിന്റെ ആവശ്യത്തിന് പുറത്തേക്ക് പോയിക്കാം. നമുക്ക് ആ ബ്രോക്കറെ പൊക്കിയാലോ? എന്നാ പിന്നെ ഇന്ന് തന്നെ പൊക്കാം. വാടാ.
തങ്കപ്പേട്ട ആ ആകില്ലേ പോവല്ലേ? എല്ലാരും ഉണ്ടല്ലോ. തങ്കപ്പേട്ടാ നമുക്കൊന്ന് പുറത്തു പോവാം. ആ, വാ, ആ, നടക്ക്. ആ നിങ്ങൾ പെരുന്നാളാണോ വന്നാണോ? വായോ വാ പോവാം. നാളെ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട തങ്കപ്പേട്ട, നമ്മൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ നാളെ പറയാം. ഇന്ന് തങ്കപ്പേട്ടനെ കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരും. ഞാൻ 2 അടിച്ചിട്ടുണ്ട്. പോരാതിന് പള്ളി പെരുന്നാളാ, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ രാവിലെ ഞാൻ അങ്ങോട്ട് വരും. ഇപ്പൊ നിങ്ങൾ പൊക്കോ. പെരുന്നാളും വെടിക്കെട്ടൊക്കെ നമുക്ക് അവിടെ കൂടാം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവല്ലേ? ഡോർ തന്നടാ. കേറിക്കൊണ്ടാണ് തോങ്കപ്പ. ഇവരൊക്കെ എവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കിയാലോ? റേഞ്ചും ഇല്ല. അച്ഛാ, എന്താ മോളെ? നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അച്ഛാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വാ. തങ്കപ്പേട്ട, എന്താ സംഭവിച്ചിട്ടുള്ളത്? അത് ഞങ്ങൾക്കറിയണം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. അത് പോരല്ല തങ്കപ്പേട്ട, ഞങ്ങൾക്കറിയേണ്ട സത്യമാണ്.
ഞാൻ പറയാം. വെള്ളം തങ്കപ്പ ഇവർക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു ഓ കൊടുക്കും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം സാറേ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യങ്ങളും തങ്കപ്പേട്ട നോക്കിക്കോളും. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവരുടെ ജോലിയുടെ കാര്യം എന്തായി? അത് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തങ്കപ്പേട്ടനെ അയക്കാം. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി 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 പോട്ടെ. രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഫാക്ടറിക്ക് കൊണ്ടുവന്നേക്കും. അച്ഛനറിയാതെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എന്റെ കാര്യം ഒന്നും പേടിക്കേണ്ട തങ്കപ്പ. എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നീ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല. മുതലാളിയോട് പറയരുന്നു, എന്നോട് പറഞ്ഞിരുന്നു. അവനെ നിനക്ക് അറിയുന്നതല്ലേ. അവൻ ആ കൊച്ചിനെ കെട്ടാനൊന്നും പോണില്ല. ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ. തള്ളയില്ലാതെ പറയുന്നതിൻ്റെ ഗുണം. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മുതലാളി പറ. നീ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരവിടുന്ന് മാറ്റിക്കോ. ഇനി അവർ തമ്മിൽ കാണേണ്ടവരരുത്. ഇനി നാണം കെടാൻ വയ്യ തങ്കപ്പ. തങ്കപ്പന് കാര്യങ്ങൾ പറഞ്ഞെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. മുതലാളി ഇനി ഇതിന്റെ പേരിൽ സംസാരം വേണ്ട. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് തങ്കപ്പൻ. വാ, ഒരു കാര്യം സംസാരിക്കാണ്ട്. ഇതിനെ പറ്റി ഒന്നും പറയണ്ട. പിരിയാൻ വേണ്ടി എല്ലാം ഞങ്ങൾ സ്നേഹിച്ചു. നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? രണ്ടും ഇറങ്ങിക്കോണം ഇപ്പൊ തന്നെ. മോളെ, ഇവരൊക്കെ വലിയ ആളുകളാ. ഇവര് വിചാരിച്ചാ എന്തും സാധിക്കും. ഇവര് കള്ളം പറയണച്ചാ. നാളെ കാലത്തിന് രണ്ടര സ്ഥലം വേണം, മനസ്സിലായോ? താനാരാ ചിലക്കാണ്ട് നിൽക്കണേ. മാറിക്കടാ. നാളെ നേരം വിളക്കുമ്പോ രണ്ടെണ്ണത്തിനോട് കാണരുത്, മനസ്സിലായ? അച്ഛൻ അവളോട് ചെറുക്കന്നെ തങ്കപ്പെട്ട. നീ തിരക്കടിക്കണ്ടടാ ജോണി. ഒരു വഴി ഉണ്ടാക്കാം. ഇതെല്ലാവരും എന്റെ അച്ഛല് എനിക്ക് വേണ്ട തങ്കപ്പെട്ട. നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് ജോണി. ജോണി ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തുന്ന അറിയാലോ തങ്കപ്പേട്ടനെ. നീ എന്തായി നേരത്ത്? വാസേട്ടാ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി, ക്ഷമിച്ചാളാ. നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാ നിങ്ങക്ക് ഇവിടെ കുറച്ച് ദിവസം കൂടി കഴിയാം. ഞങ്ങൾ നാളെ തന്നെ പോയേക്കാം. പക്ഷെ നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ചൂടാവല്ലേ വാസേട്ടാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങി പോയേ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. വിളിക്കല് പോലീസിനെ. നീ എന്റെ മോളെ വിടടാ. എന്റെ വീട് എണീക്കച്ച.
ഹലോ തങ്കപ്പേട്ട ഞാനാ. എന്താണ് ജോണി? ചേട്ടപ്പ എവിടെ? ഞാൻ വീട്ടില്. എങ്ങോട്ട്? എന്തിനാ ഈ നേരത്തെ അവിടേക്ക്? ചേട്ടൻ വേഗം വാ, പറയാം, വന്നിട്ട് പറയാം. നീ ഇവിടെ എന്താ ചെയ്യുന്നു ജോണി? പറയാം. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാം. ഇത്രയും ആയ സ്ഥിതിക്ക് എന്തായാലും ജോണിയെ കൂടെ ഇവിടെ കൊണ്ടുവരണം. അതിന് ജോണി എവിടെയാന്ന് വെച്ചിട്ടാ? അതും തങ്കപ്പേട്ടൻ പറയും. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിക്കും. പറയ് തങ്കപ്പേട്ട. അടങ്ങിയിരിക്കണ അവിടെ. അയ്യോ കേട്ടോ. താനിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആരപ്പോ വാതില് പറഞ്ഞിട്ട്? ഹലോ ചേട്ടാ, ഇവിടെ ആളില്ലേ? ഹലോ ഹലോ അകത്ത് ലൈറ്റ് ഉണ്ടല്ലോടാ. ഇവിടെ ആളില്ലേ? ഹലോ വാതിൽ പുറത്തുനിന്ന് കൂട്ടിണ്ടാ പോവാം. എടാ എടാ ഒന്നെങ്കിൽ വന്നേ. ഇവിടെ ആളുണ്ട്. എടാ ഇവിടെ ആരുണ്ടെടാ? നോക്കാം. ഹലോ ഏയ് എടാ ഇത് നമ്മുടെ ബ്രോക്കർ അല്ലടാ ഇത്. ബ്രോക്കറാ? താൻ എന്താടാ ഒളിച്ചു നിൽക്കണം? ഇങ്ങോട്ട് വാടോ താൻ. ഇങ്ങോട്ട് വാടോ. എന്തിടോ ഞങ്ങളെ കണ്ടപ്പോ ഒളിക്കുന്നു? താൻ എന്താടോ ഞങ്ങൾ നിന്നും മറക്കില്ല? പറയണോ? പറയടോ താൻ കാര്യം പറയടോ. പറയൂ. വല്ലരുത്. അന്ന് രാത്രി
വന്നേ നീ വന്നി പോവാ, വാ വാ. എടാ നീ നടക്കണം. എടാ നീ പോ. വാ. ജോണി ഒരു കാരണവശാലും അവരെ കയ്യിൽ കിട്ടാൻ പാടില്ല. അവനെ ബ്രോക്കറേക്ക് കൊന്നു കളയണം. നീ എന്തൊക്കെ പറയണേ? അവൻ പറയുന്നതാണ് ചെയ്യേണ്ടത്. ആരും കൊല്ല, അതിന് നമ്മളാളുണ്ട്. അടിച്ചു പോടറാ വീരമണി. രുദ്രേട്ടാ ഒന്നും പറഞ്ഞില്ല. എന്നെ വേണം മക്കൾക്ക്. രണ്ടുപേരെ തട്ടണം. എന്നെ കൊടുക്കും. എന്ത് വേണം പറഞ്ഞു. എന്റെ വിഷയം ടോണി ഭായി ചൊല്ലും. അതാരാ? അവരെ പറ്റി தெரியாது. സിംഗം താട്ടാ സിംഗം. ചേട്ടാ, ഈ ജോണി എന്ന് പറഞ്ഞ ആളാര്? ആ അറിയാം. ആളിപ്പോൾ എവിടെ ഉണ്ടാവാ? വാ കാണിച്ചു തരാം. ജോണിയുടെ വല്ല വിവരമുണ്ടോ? 2 ദിവസമായി അവൻ പോയിട്ട്. അതെയല്ലേ, അപ്പോൾ എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. ഏതായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. രാവിലെ വിളിച്ചിരുന്നു, കോള് പോകണമെന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യൂ. ഫോണ് റിങ് ചെയ്യുന്നില്ല. എന്തോ സീനുണ്ട് കേട്ടോ, പണി വരുന്നുണ്ട്. ജോണി അല്ലേ വരുന്നത്? ഇവർക്ക് ജോണിനൊന്ന് കാണുന്നത്. ആരാ ജോണി? നീയാ ജോണി? നീയാ ജോണി? ജോണി ആർക്കടാ ജോണി കാണണ്ടേ? നിനക്ക് കാണണം, നിനക്ക് കാണാടാ. അപ്പോൾ ജോണി എടുക്കാമെന്നാണല്ലേ? ഇതാടാ ജോണി. എടുക്കടാ ജോണിയെ. ജോണിയെ കൊണ്ടുപോകാമെന്നാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. ജോണിയെ
ജോണി വേണ്ട ഇത് പണിയടാ. ബിനീഷ എവിടാ? அண்ணா ஒரு கொட்டோஷம் இருக்கு, 2 பேர் போடுறோம். ഞാൻ ആരെ நியாயம் ஒரு பக்கம். താമടാ താമടാ ഓ അഖിലിനെ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് പോലും ഒരു സൂചനയില്ലെന്നാണോ? ആരെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് പോലീസിൽ അറിയിക്കണ്ടേ? അത് വേണം, അറിയിക്കണം. വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കുട്ടിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാ. ഈ ചേട്ടനെ മറ്റാരെങ്കിലും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവില്ലേ? സാർ, ഞാനൊന്ന് പറയട്ടെ. സത്യത്തിൽ അവരെല്ലാവരും മരിക്കേണ്ടവർ തന്നെയാണ്. നമുക്കിത് ഇവിടെ വെച്ച് നിർത്തിയാലോ സാർ? അങ്ങനെയാണ് അഖിലിന്റെ തീരുമാനമെങ്കിൽ ഇതങ്ങനെ തീർത്തെ. പോലീസ് എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക?
ഏയ് ഞാനല്ല. ജോണിയെ കൊന്ന പോലെ നീ? ഏയ് ജോണി ഞാൻ കൊന്നിട്ടില്ല. നീ അല്ല പിന്നെ ആരാ? എനിക്കറിയില്ല. ദാസ് എവിടെ? വാ നോക്കാം. ദാസ് കുറച്ച് വെള്ളം എടുത്തേ. എനിക്ക് എന്താടാ എന്തായി? ആരോ പിന്നെ അടിച്ചു. അതിന്റെ പുറകിൽ ആരോ ഉണ്ട്. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ തലയിലാവും. എന്നെ കൊല്ലരുത്. എന്നെ കൊല്ലാതെ പറ്റില്ല തങ്കപ്പാ. ആരാ എന്നെ കൊല്ലാൻ പറഞ്ഞേ? നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വിധിയുണ്ടെങ്കിൽ നിന്റെ ചെവിട്ടതറിയും, നീ അതറിയും.